വിസ കോൺസുലാർ സേവനദാതാക്കളായ BLS ഇന്റർനാഷണലിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ഡൽഹി കോടതി പിൻവലിച്ചു. ഇതോടെ വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ മിഷനുകളുടെ പുതിയ കരാറുകളിൽ BLS ഇന്റർനാഷണലിന് പങ്കെടുക്കാം. ഇതോടെ സ്റ്റോക്ക് മാർക്കറ്റിൽ BLSന്റെ ഓഹരി മൂല്യം കുത്തനെ കൂടി. കഴിഞ്ഞ ഒക്ടോബർ 11-നാണ് BLS ഇന്റർനാഷണലിനെ പുതിയ കരാറുകൾ ഏറ്റെടുക്കുന്നതിൽ നിന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിലക്കിയത്. BLSനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു 2 വർഷത്തേക്കുള്ള വിലക്ക്. ഈ വിലക്കാണ് ഡൽഹി ഹൈക്കോടതി നീക്കിയത്. ഇതോടെ വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ മിഷനുകളുടെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും പുതിയ കരാറുകളിൽ BLS ഇന്റർനാഷണലിന് പങ്കെടുക്കാം. നിരവധി വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ വിസ, പാസ്പോർട്ട് സേവനങ്ങൾ ലഭ്യമാക്കുന്നത് BLS ആണ്. ഗൾഫ് അടക്കം 64 രാജ്യങ്ങളിലായി 50,000-ലധികം സേവന കേന്ദ്രങ്ങൾ BLSനുണ്ട്. വിസ ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ലോകത്തിലെ തന്നെ പ്രധാന കമ്പനികളിൽ ഒന്നാണ് BLS. കോടതി തീരുമാനം വന്നതോടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ BLS ഇന്റർനാഷണലിന്റെ ഓഹരി വില കുത്തനെ കൂടി. മാതൃഭൂമി ന്യൂസ്, ദുബായ്.